കേരളം വീണ്ടും നടുക്കത്തിലേക്കാണ് ഉണർന്നിരിക്കുന്നത്. കോഴിക്കോട് മൂഴിക്കലിൽ നസ്രീന എന്ന പെൺകുട്ടി സ്വന്തം വീട്ടിൽ സ്വന്തം ബന്ധുവിനാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. വെറുമൊരു കൊലപാതക വാർത്ത എന്നതിലുപരി നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും സുരക്ഷാബോധത്തിലും വന്ന വീഴ്ചകളെക്കുറിച്ചുള്ള വലിയൊരു മുന്നറിയിപ്പാണ് ഈ സംഭവം. എങ്ങനെയാണ് പ്രിയപ്പെട്ടവർ എന്ന് നാം വിശ്വസിക്കുന്നവർ തന്നെ കൊലയാളികളായി മാറുന്നത്? ഈ സംഭവത്തിൻ്റെ ആഴങ്ങളിലേക്കും ഇതിൽ നിന്ന് സമൂഹം പഠിക്കേണ്ട പാഠങ്ങളിലേക്കും ഒന്ന് കണ്ണോടിച്ചു നോക്കിയാലോ നമുക്ക്. കോഴിക്കോട് മൂഴിക്കൽ സ്വദേശിനിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി നസ്രീനക്ക് നേരെ പുലർച്ചെ 5 മണിയോടെയാണ് ആ ക്രൂരത അരങ്ങേറുന്നത്. നസ്രീനയുടെ ഉമ്മയുടെ സഹോദരിയുടെ മകൻ 20 വയസ്സുകാരനായ അദ്നാൻ എന്ന യുവാവാണ് കൊലയാളി. നസ്രീനയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അയാൾ മറ്റൊരു മുറിയിൽ ജീവനൊടുക്കി. ഇവിടെ ചില ഗൗരവകരമായ വസ്തുതകളുണ്ട്. അദ്നാൻ ഈ വീട്ടിൽ തന്നെ താമസിച്ചു പഠിച്ചയാളാണ്. മകനെ പോലെ കണ്ട ഒരാൾ. എന്നാൽ അയാളുടെ സ്വഭാവ ദൂഷ്യം തിരിച്ചറിഞ്ഞ വീട്ടുകാർ 4 മാസം മുൻപ് അയാളെ അവിടെ നിന്നും പുറത്താക്കിയിരുന്നു. വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചതും നസ്രീന അത് ചോദ്യം ചെയ്തതും ഇയാൾക്ക് അവളോട് വലിയ പക തന്നെ ഉണ്ടാക്കി മാറ്റി. അവളോട് പകയുണ്ടാക്കി എന്നാണ് പ്രാഥമിക നിഗമനം. ഈ കൊലപാതകം യാദൃച്ഛികമായി സംഭവിച്ചതല്ല, കൃത്യമായ ആസൂത്രണം ഇതിനു പിന്നിലുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നു. പുലർച്ചെ കള്ളത്താക്കോൽ ഉപയോഗിച്ചാണ് ഇയാൾ വീട്ടിനുള്ളിൽ കയറിയത്. വീട്ടിലെ CCTV ക്യാമറകൾ ഇയാൾ മുൻകൂട്ടി ഓഫ് ചെയ്തിരുന്നു. നസ്രീനയെ കൊലപ്പെടുത്തിയ ശേഷം വീട്ടിലുണ്ടായിരുന്ന വൃദ്ധയായ വല്യമ്മയെയും ഇയാൾ അപായപ്പെടുത്താൻ ശ്രമിച്ചു. അവരുടെ നിലവിളി കേട്ടാണ് വീട്ടുകാരും നാട്ടുകാരും ഓടിക്കൂടിയത്. അതായത് ഒരു വലിയ കൂട്ടക്കൊലയ്ക്കുള്ള പദ്ധതിയോടെയാവാം ഇയാൾ ആ വീട്ടിലെത്തിയത്. അത്ര വലുതായിരുന്നു ആ യുവാവിൻ്റെ മനസ്സിലെ പ്രതികാര ബുദ്ധി. കുടുംബാംഗങ്ങളോ അടുത്ത ബന്ധുക്കളോ ആണെങ്കിൽ പോലും അവരുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത കണ്ടാൽ നാം ജാഗ്രത പാലിക്കണം. സ്വഭാവ ദൂഷ്യം കണ്ടുപിടിച്ചതും ചോദ്യം ചെയ്തതും ആ പെൺകുട്ടിയായിരുന്നു. സ്വന്തം വീട്ടിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം കാണിച്ച ആ കുട്ടിക്ക് ഒടുവിൽ ജീവൻ തന്നെ നൽകേണ്ടി വന്നു. ഇത്തരം ക്രൂരതകളിലേക്ക് യുവാക്കളെ നയിക്കുന്നത് ലഹരിയുടെയോ മറ്റു വഴിവിട്ട ചിന്തകളുടെയോ സ്വാധീനമുണ്ടോ എന്ന് ഗൗരവമായി പരിശോധിക്കപ്പെടണം. ഒരു 20 വയസ്സുകാരൻ ഇത്രയും പ്ലാനിങ്ങോടെ ഒരു കൊലപാതകം ചെയ്യണമെങ്കിൽ അയാളുടെ മാനസിക നില എത്രത്തോളം തകരാറിലായിരിക്കണം. നസ്രീനയുടെ ഉപ്പ വിദേശത്താണ്. മകളുടെ വിവാഹവും ഭാവിയും സ്വപ്നം കണ്ടിരുന്ന ഒരു കുടുംബത്തിൻ്റെ ലോകമാണ് ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണത്. ഇത് വെറുമൊരു ക്രൈം സ്റ്റോറിയല്ല, നമ്മുടെ വീടിനുള്ളിലെ സുരക്ഷയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. സമൂഹമേ, നമ്മുടെ കുട്ടികൾക്ക് വീട്ടിനുള്ളിൽ പോലും ഭയമില്ലാതെ ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ എവിടെയാണ് പിഴച്ചത്? ഈ വേദന നസ്രിയയുടെ കുടുംബത്തിൻ്റേത് മാത്രമായി കാണരുത്. തിന്മകളെ ചെറുക്കാൻ മടിക്കാത്ത കുട്ടികളെ വളർത്തുന്നതോടൊപ്പം തന്നെ അവരെ സംരക്ഷിക്കാനുള്ള കവചമായി നാം മാറേണ്ടതാണ്. നോക്കൂ, തൻ്റെ വീട്ടിലെ ഒരു തെറ്റായ പ്രവൃത്തിയെ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് ഇന്ന് നസ്രിയ എന്ന ഈ പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമായത്. ഇനി ഒരു പൊന്നുമോൾക്കും ഇത്തരത്തിലൊരു ദാരുണ മരണം നടക്കാതിരിക്കട്ടെ. നസ്രിയയെ കഴുത്തിൽ ഷാള് മുറിക്കാണ് അദ്നാൻ ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തത്. ശേഷം ഇയാൾ സ്വയം ജീവനൊടുക്കുകയും ചെയ്തു. മകളുടെ വിവാഹവും ഭാവിയും സ്വപ്നം കണ്ട് കഴിഞ്ഞ ആ മാതാപിതാക്കൾക്ക് ഈ വിഷമം സഹിക്കുവാനുള്ള ക്ഷമ ലഭിക്കട്ടെ.